ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ശ്ലോകം ചൊല്ലിയെന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അത്തരത്തിലായതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും യോഗ ചെയ്യുന്നൊരു കാലമാണ്. കുറച്ച് ദിവസമായിട്ട് എന്തിനെക്കുറിച്ച് പറഞ്ഞെന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ മോഡിജിയുടെ ഒരു വീഡിയോ കണ്ടത്, 9 സങ്കല്പങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിലൊന്ന് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ വിഷയമാണ്, അതായത് യോഗ. ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ പവർ യോഗ മുതൽ ബിയർ യോഗ വരെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാനോ അതിനെ വിശകലനം ചെയ്യാനോ തെറ്റാണെന്ന് പറയാനോ ഒന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള കോലം. ഇപ്പോൾ ബിയർ വെച്ചാൽ ആൾക്കാർ യോഗ പഠിക്കാൻ വേണ്ടി വെച്ചാൽ പിന്നെ ബിയർ വെച്ചേ പറ്റൂ. അത് കാലത്തിൻ്റെ ഒരു എന്താ പറയുക അനിവാര്യതയാണ്. അപ്പോൾ അതെന്താ ചെയ്യട്ടെ. അപ്പോൾ ഈ യോഗ ചെയ്യാൻ തുടങ്ങുന്നവർക്കായിട്ടാണ് ഈ വീഡിയോ. കാരണം യോഗ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള മിനിമം ബോധമെങ്കിലും അവർക്ക് വേണം എന്ന് എനിക്കൊരു നിർബന്ധമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ എല്ലാവരും ഇപ്പോൾ അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്, അതിനെക്കുറിച്ച് വിമർശിക്കണമൊന്നുമില്ല. എന്നാൽ എന്താണ് ഈ 8 അംഗങ്ങൾ എന്ന് കൃത്യമായിട്ടൊരു ധാരണ വേണം. അതിപ്പോൾ ഈ പട്ടാഭി ജോയിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യോഗാചാര്യനാണ് ഇപ്പോഴത്തെ ഈ അഷ്ടാംഗ യോഗത്തിൻ്റെ ഉപജ്ഞാതാവ്. അതിനു മുമ്പേ പതഞ്ജലി എന്ന് പറഞ്ഞൊരു ഋഷി ഇവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ യോഗസൂത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ദർശനം എഴുതിയത്. അപ്പോൾ അതിൽ വരുന്ന 8 അംഗങ്ങൾ, അഷ്ടാംഗങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അത് 2 ഭാഗമായിട്ടാണ്, 4 അങ്ങനെ പറ്റുള്ളൂ. കാരണം എല്ലാതും കുറേശ്ശെ കേട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കാരണം പല ആചാര്യന്മാരും അവരുടെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, യമനിയമാദികൾ എന്നൊക്കെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നത് കേൾക്കാം. അതിനെക്കുറിച്ച് അറിയണവരും അറ്റം കടിച്ചവരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ യമനിയമങ്ങൾ അല്ലെങ്കിൽ 8 അംഗങ്ങൾ? അതിൽ ആദ്യത്തെ അംഗമാണ് യമം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ യമത്തിൻ്റെ കീഴിൽ 1, 2, 3, 4, 5 പാർട്ട് വരും. അതിലാദ്യത്തെയാണ് അഹിംസ. ഈ അഹിംസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജി സത്യാഗ്രഹത്തിൽ ഇരുന്ന അഹിംസയല്ല, മറ്റേ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് ചെയ്തികളുമുണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക. അല്ലാണ്ട് പട്ടി കടിക്കാൻ വന്നാൽ പട്ടിയോട് അഹിംസ പറയേണ്ട ആവശ്യമില്ല. ഒരുത്തൻ കൊല്ലാൻ വന്നാൽ അയാളോട് അഹിംസ പറയേണ്ട ആവശ്യമില്ല. സെൽഫ് ഡിഫെൻസ് വേറെ, അഹിംസ വേറെ. അപ്പോൾ ആ ഒരു വിവേചന ബുദ്ധി എപ്പോഴും വേണം. രണ്ടാമത്തത് സത്യം. അതും ഈ പറഞ്ഞ പോലെ അപ്രിയമായ സത്യം പറയരുത് എന്നൊക്കെ പറഞ്ഞേക്കാം. സത്യം ഒന്നേ ഉള്ളൂ. അത് പ്രിയം അപ്രിയം എന്നുള്ളത് അത് എടുക്കണവൻ്റെ കേടാണ്. എനിക്കിഷ്ടമല്ല സത്യം, എനിക്കിഷ്ടമല്ല. അതായത് ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നുള്ളതായിരിക്കും സത്യം. അത് പക്ഷേ എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വയ്യാത്തതുകൊണ്ടായത് ഈ പറയുന്ന ഈഗോ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാവേണ്ടതാണ്. ഇപ്പോൾ സത്യം എന്താണോ, ഇപ്പോൾ പകലാണ് എന്നുള്ളൊരു സത്യമാണ്, വസ്തുതയാണ്. അപ്പോൾ അത് അങ്ങനത്തെ പ്രപഞ്ചമായിട്ടുള്ള സത്യം ഉണ്ട്. ആ സത്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. പിന്നെ ആസ്തേയം, അതായത് എങ്ങനെയപ്പോൾ പറയാം, ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നും മേടിക്കാതിരിക്കാം. അതായത് ഒരു പ്രാർത്ഥനയോടുകൂടി വേണം കിട്ടാൻ. അതായത് ഇപ്പോൾ ഈ മറ്റേ മരത്തുനിന്ന് ഒരു പഴം പറിക്കുമ്പോൾ നമ്മൾ ആ മരത്തിനോട് അനുവാദം ചോദിക്കണമെന്നാണ് ശരിക്ക് ഭാരതീയ സംസ്കാരം. അപ്പോൾ അതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ സബ്സിഡി കിട്ടി അല്ലെങ്കിൽ ഒരു സോപ്പ് മേടിച്ചപ്പോൾ വേറൊരു സോപ്പ് കിട്ടിയപ്പോൾ
ഫ്രീ ആയിട്ടുള്ള ഒന്നും മേടിക്കരുത് എന്ന് ആസ്തയം പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ട് മറ്റേ സൂപ്പ് തിരിച്ചു കൊടുത്തു പോരുക എന്നല്ല ഉദ്ദേശിച്ചത്. എന്തും ഒരു പ്രാർത്ഥനയോടെ, അതായത് നമുക്ക് അതിനുള്ള യോഗ്യത കിട്ടണം, അല്ലാണ്ട് ഒരു സഹതാപം കൊണ്ട് കിട്ടേണ്ടതാവരുത്. അതാണ് ഈ ആസ്തയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആയിട്ട് കിട്ടാൻ ഉദ്ദേശിക്കുന്ന അതാണ്. ഇപ്പോൾ പലരും ചെയ്യുന്നത് അങ്ങനെയാണ് കണ്ടിരിക്കണത്. അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അയാൾക്ക് അതിന് യോഗ്യത ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതും കൂടി ഇതിൽ ഉൾപ്പെടും. അപ്പം അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ എല്ലാവരും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, സ്ത്രീകളുമായി രമിക്കാതിരിക്കുക മാത്രമല്ല ബ്രഹ്മചര്യം. ബ്രഹ്മത്തെ ആചരിക്കുക, അതായത് വേദം, ഉപനിഷത്ത്, ഈശ്വരനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ബ്രഹ്മചര്യം. അതിന് വിവാഹം ഒരു തടസ്സമല്ല, സ്ത്രീയുമായി രമിക്കുന്നതും തടസ്സമല്ല. പക്ഷെ അത് രമിക്കുന്നത് ഒരു വൈകൃത രൂപത്തിലാവരുത്, കൃത്യമായ രൂപത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ബ്രഹ്മചാരിയാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മാനിക്കണം, കാരണം ഞാൻ ബാക്കിയുള്ളവരിൽ നിന്നും മേലെ നിൽക്കുന്ന ആളാണ്. ബ്രഹ്മചാരി എന്ന് പറയുന്നത് ഗൃഹസ്ഥൻ്റെ താഴെയാണ്. അപ്പോൾ ഇവിടെ പലരും കാണാറുണ്ട് ബ്രഹ്മചാരിയുടെ കാൽക്കൽ ഗൃഹസ്ഥൻ പോയി നമസ്കരിക്കും. തീർത്തും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതും ഓർക്കുക. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയുടെ നേരെയാണ്, കാരണം അയാൾക്ക് ഇതിലും പ്രാരാബ്ധമുണ്ട്, അനുഭവമുണ്ട്. ബ്രഹ്മചാരിക്ക് ഇത് മുഴുവൻ കേട്ടിട്ടുള്ള വിവരമുള്ളൂ. ഇപ്പോഴത്തെ രീതിയിലായിട്ടാണ് പറഞ്ഞത്, പണ്ടത്തെ ബ്രഹ്മചാരി അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ചിന്തിക്കുക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. പിന്നുള്ളത് അപരിഗ്രഹമാണ്. അതായത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആർത്തി, അതുപോലെ മറ്റേ അസൂയ, പിന്നെ ഇതെൻ്റേതാണ്, എൻ്റെ അതായത് കാറുണ്ടെങ്കിൽ ഇതെൻ്റെ കാറാണ്, ആ കാറ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ തുണി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ മാല മരിക്കോടെ എൻ്റെ മാലയാണത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത്രയും അതിനാണ് ആ ഒരു ഇമോഷൻ ഇല്ലാതിരിക്കുക, അതാണ് അപരിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നിത്യേന ചെയ്യേണ്ടതാട്ടോ. അതായത് യോഗ ഇപ്പോൾ പോയിട്ട് ചമർമഴിയിരുന്ന് ആഞ്ഞു വലിക്കുന്നുണ്ടല്ലോ, അത് അതിനൊക്കെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതും കൂടി ബോധം വേണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഈ ഗോഗോവിളിയിൽ വരുന്ന നിയമം വരുന്നത്. അതും നമ്മൾ പാലിക്കേണ്ടതാണ് നിത്യേന. അതായത് രാവിലെ നീട്ടാൽ രാത്രി കിടക്കുന്ന വരെയും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. ശൗചം, അതായത് വൃത്തിയായിട്ട് വയ്ക്കുക. ശരീരം സോപ്പിട്ട് കഴുകല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സും വൃത്തിയാവണം, ചുറ്റുപാടും വൃത്തിയാക്കണം. മറ്റ് കാര്യങ്ങൾക്ക് വല്ല വൃത്തികേടുണ്ടെങ്കിൽ അത് കഴുകിക്കളയാനുള്ള ഒരു ബോധമോ അല്ലെങ്കിൽ ഒരു സങ്കല്പമൊക്കെ വേണം. എന്നാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് അവനവൻ്റെ കാറ് മാത്രം കഴുകുക അതല്ല. വീടിൻ്റെ ചുറ്റും കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിൽ പലതും ഉണ്ടാവാം. അപ്പോൾ എന്നല്ലാണ്ട് അത് എന്തരായാലും ഉണ്ടാവും, മനുഷ്യനാണ്, ഇല്ലാതിരിക്കില്ല. എന്നാലും ആ ഒരു തലം കടന്നിട്ട് വേണം ചമ്രമണിയിരുന്ന് ആഞ്ഞു വലിക്കാൻ. പിന്നെ സന്തോഷം, നമ്മുടെ സന്തോഷമല്ല കേട്ടോ. അതായത് കാറ് കിട്ടിയ സന്തോഷം, പേന കിട്ടിയ സന്തോഷം, ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സന്തോഷം, യുവജനോത്സവത്തിൽ എല്ലാവരും ഹായ് എന്ന് പറഞ്ഞ സന്തോഷം, ആ സന്തോഷമല്ല. തൃപ്തി, അതാണ് സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെൻറ്റ്മെൻറ്റ്. അപ്പം അങ്ങനെയൊക്കെ വാക്ക് പറഞ്ഞു, എന്നാലേ ബുദ്ധിജീവിയായിട്ട് കണക്കാക്കുള്ളൂ. കാര്യമായിട്ട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് വേണം. എനിക്കിത്ര മതി എന്ന് പറയാനുള്ള ഒരു ആർജവം വേണം. ഇത്രേ വേണ്ടു, എനിക്കിത്രേ വേണ്ടു. അപ്പോൾ എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനും എല്ലാത്തിനും, ഞാൻ പറയുന്നത് കാശ് മാത്രമല്ല കേട്ടോ, സമയം എല്ലതും ഉണ്ട്. അതുപോലെ വസ്തുക്കൾ ഇപ്പം എല്ലാവരും കാണിക്കണതാണ് എന്താ ഒക്കേഷണൽ വെയർ. ഒക്കേഷൻ ഉണ്ടാവില്ലെന്നില്ല, എന്നിട്ട് വേണ്ട വെയർ ചെയ്യാൻ. ഇനിയിപ്പോൾ ഒക്കേഷൻ ഉണ്ടായാലും
അത് എവിടെയാണെന്ന് വെച്ചിട്ട് മറന്നും പോയിട്ടുണ്ടാവും. അപ്പോൾ കയ്യിലുള്ള ഒരു സാധനം എടുത്തിട്ട് ഇട്ടിട്ട് പോകും. അപ്പോൾ അതാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യത്തിനുള്ള തുണി മതി. അതൊന്ന്. പിന്നെ തപസ്. അത് പിന്നെ ടി വിയിലും സിനിമയിലൊക്കെ എല്ലാവരും കണ്ടു കാണും. ഒരു കാലിൻ്റെ മുകളിൽ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി കണ്ണടച്ചിരിക്കുന്നത്. അതല്ല തപസ്. തപസ് എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ പഠിച്ചത്, ഞാൻ ഇതുവരെ ആർജിച്ച ജ്ഞാനം, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കുക. അതാണ് തപസ്. ഒരു വിശകലനം നടത്തുക. ഇപ്പോഴത്തെ ഭാഷ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിനൊരു വാക്കുണ്ട്, കണ്ടംപ്ലേറ്റ് ചെയ്യുക. അതാണ് അതെ, കണ്ടൻറ്റ്മെൻറ്റ്, കണ്ടംപ്ലേഷൻ അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതാണ് തപസ്. അത് മാത്രമാണോ തപസ്? അല്ല. നിത്യേന നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ വീട്ടുകാര്യങ്ങളുണ്ടല്ലോ, പാത്രം മൂടുക, മിറ്റടിക്കുക. ഇപ്പം മിറ്റുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഫ്ലാറ്റ് അടിച്ചു വാരണല്ലോ, അപ്പം അത് അടിച്ചു വാരുക. ഈ പറയുന്ന ശൗചം അവിടെയുണ്ട്. അപ്പോൾ ഈ തപസ്സിൽ അതും പെടും. ഇപ്പോൾ കാട്ടിൽ പോവുകയാണ്, കാട്ടിൽ പോയിട്ട് ഇപ്പോൾ സീരിയലും സിനിമയിലൊക്കെ അങ്ങനെ കാണിക്കാറ്. തപസ് ചെയ്യണമെങ്കിൽ അപ്പം കാട്ടിൽ പോകണമെന്നാണ് എല്ലാവരും വെച്ചിരിക്കുകയാണ്. വീട്ടിൽ തപസ് ചെയ്യൽ എവിടെയും കാട്ടിക്കുമില്ല. ഒക്കെ ഈ വികലമായ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഉദരനിമിത്തം ബഹുവിധ വേഷമാണ്. അപ്പോൾ വീട്ടുകാര്യങ്ങളിലും അതേ ഒരു അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്നതും തപസ് തന്നെയാണ്. അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം അടുത്ത പ്രാവശ്യം തപസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ തപസ്സിന് ഇരിക്കുമ്പോൾ ചിന്തിക്കാൻ. അല്ലാണ്ട് എല്ലാത്തൊന്നും ഓടിപ്പോയിട്ട് ഹിമാലയത്തിൽ പോയി ഇരിക്കാനല്ല തപസ്. ഗൃഹസ്ഥ്യം, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഗൃഹസ്ഥൻ ബ്രഹ്മചാരിയെക്കാട്ടും വലുതാണെന്നേ. കാരണം ഗൃഹസ്ഥൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ വരുന്നതാണ് സ്വാധ്യായം. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അവനവനെക്കുറിച്ച് പഠിക്കുക. ഇപ്പോൾ വേദമായാലും ഉപനിഷത്തായാലും പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. ബ്രഹ്മം നമ്മുടെ ഉള്ളിലാണെന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമലക്കാരാണ് തത്വമസി, അത് നീയാകുന്നു, അതായത് ബ്രഹ്മം നീയാകുന്നു എന്നാണ്. അപ്പോൾ ആ ബ്രഹ്മം എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് വരണം, അനുഭവത്തിൽ വരണം. അല്ലാണ്ട് തിയറി പറയല്ല, എല്ലാ ദിവസവും തത്വമസി തത്വമസി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റണം. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു, എന്നെ ഒരാൾ അടിച്ചു, അപ്പോൾ അയാളുടെ പിന്നാലെ പോയിട്ട് ഞാൻ തിരിച്ചടിക്കും. ആ അടിച്ച ആൾ ബ്രഹ്മാന്ന് അപ്പോഴേക്കും മറന്നുപോയി. ബ്രഹ്മത്തിന് വികാര വിചാരങ്ങളൊന്നുമില്ല, ആനന്ദാവസ്ഥ മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെയാണോ? അല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ തിയറി പോരാ, പ്രാക്ടിക്കൽ സെൻസിൽ അത് ഉൾക്കൊള്ളണമെന്ന്. പിന്നെ അടുത്തത് ഈശ്വര പ്രണിധാനം ആണ്. നമ്മൾ തീർത്തും ഈശ്വരൻ്റെ ഒരു അംശമാണെന്നും ആ ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്നും ആ ഈശ്വരൻ്റെ ഒരു കൃപാകടാക്ഷം അല്ലെങ്കിൽ ഗൈഡൻസ്, അപ്പോൾ അതും പറയണം. ഗൈഡൻസിൻ്റെ കാലമാണ്. എല്ലാവർക്കും ഗൈഡൻസ് കൊടുക്കും. അപ്പോൾ ആ ഗൈഡൻസ് ശരിക്കുള്ള ആൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അർജുനനെ കൃഷ്ണൻ ഗൈഡ് ചെയ്ത പോലെ. അപ്പോൾ അതാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. നമ്മളെക്കാൾ മുകളിൽ ഒരാളുണ്ടെന്നും അയാളുടെ ഇച്ഛയ്ക്കൊത്താണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്. അയച്ചിട്ട് ഒരാളെ പോയി കൊല്ലുന്നത് അയാളുടെ ഈശ്വരൻ്റെ ഇച്ഛയാണെന്നല്ല കേട്ടോ, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കൃഷ്ണൻ കംസനെ കൊന്ന പോലെ ആവില്ല നമ്മൾ കൊല്ലുന്നത്. കൃഷ്ണൻ കംസനെ കൊല്ലുന്നത് ലോക നന്മയ്ക്കായിട്ടാണ്. നമ്മളൊരാളെ പോയി കൊല്ലുന്നത് പക തീർക്കാനാണ്. അയാൾ എന്നെ തോണ്ടി, അതുകൊണ്ട് ഞാൻ അയാളെ കൊന്നു. അല്ലെങ്കിൽ അയാൾ എനിക്ക് കാശ് തന്നില്ല, അതുകൊണ്ട് ഞാൻ അയാളെ കൊന്നു. ആ വ്യത്യാസമുണ്ട്. അവിടെ ഈഗോ ആണ് കളിക്കുന്നത്. അപ്പോൾ ഈഗോ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. പിന്നെ ഇതിലിപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശൂലവും തൂക്കി കഴുത്തിൽ പാമ്പും കെട്ടി പോണ ശിവൻ, അല്ലെങ്കിൽ മറ്റേ വേറൊരു പാമ്പിൻ്റെ മുകളിൽ അനന്തശയനത്തിൽ കിടക്കണം. അനന്തശയനം എന്ന് പറഞ്ഞാൽ അനന്തൻ്റെ മുകളിലാണ് കിടക്കണത്, അതാണ് അനന്തശയനം. പക്ഷേ എല്ലാവരും വിചാരിക്കണം എന്താ വെച്ചാൽ തലേമ്പിൽ കൈ കൊടുത്തിരിക്കണതാണ് അനന്തശയനം എന്നാണ്. അനന്തശയനം എന്ന് പറഞ്ഞാൽ ശയിക്കുന്ന അത് യോഗ നിദ്രയാണ്. അതും ഒരു യോഗിക് പോസാണ് ശരിക്കും പറഞ്ഞാൽ. അത് വരുന്ന ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളുക. അതൊന്നുമല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. യോഗ പ്രകാരം പുരുഷൻ ആണ്. പുരുഷൻ
ഇനിയിപ്പോൾ അത് ജെൻഡർ പുരുഷനല്ല കേട്ടോ, സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിലല്ല. നമുക്ക് ഏതൊന്നും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ ആരോ അവനാണ് പുരുഷൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് എല്ലാ സൃഷ്ടി ഉണ്ടാകുന്നത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഉദരത്തിൽ നിന്നും ഉള്ള കമലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പോൾ ആ ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് എന്നാണ് പുരാണം പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള പുരുഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ബ്രഹ്മാവാണെന്ന് വെച്ചാൽ അതുക്കും മേലെ ബ്രഹ്മമാണ് പുരുഷൻ. അതായത് യോഗ നിദ്രയിലൂടെ നാം ഒന്നിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സുപ്രീം ബീയിങ് ഫോഴ്സ്, അത് പുരുഷനാണ്. അപ്പോൾ ഇതിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൽ പാമ്പിൻ്റെ മുകളിൽ കിടക്കുന്നതൊന്നുമല്ല, ഈ പുരുഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടിയും ഉൾക്കൊള്ളണം. പിന്നെ വരുന്നത് യോഗാസനം എന്ന് പറയുന്ന പോലെ ആസനം, അത് ഇരിക്കുക. അതിപ്പോൾ എല്ലാവരുടെയും ധാരണ പദ്മാസനത്തിൽ അല്ലെങ്കിൽ വജ്രാസനത്തിൽ. പതഞ്ജലി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവനവന് ഏതാണോ സുഖമായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എങ്കിൽ, ഒരു ആസനമെങ്കിൽ അതാണ് ആസനം. പിന്നെ എന്തിനാണ് ഇത്തരം പോസ്റ്റേഴ്സ് എന്ന് നിങ്ങൾ ചോദിക്കാം. അതെന്തിനാ വെച്ചാൽ നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആവണം. ശരീരത്തിന് പ്രാണൻ ഓരോ ശരീരത്തിലേക്കും എത്തണം. പ്രാണൻ എന്ന് പറഞ്ഞാൽ ആ ലൈഫ് ഫോഴ്സ്. അതിനുള്ള മാർഗങ്ങളാണ് ഈ പല പോസ്റ്റേഴ്സിലൂടെയും ഈ പതഞ്ജലി അല്ലെങ്കിൽ ആചാര്യൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ പ്രാണൻ ഓരോ അംഗങ്ങളിലേക്കും എത്തും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് എല്ലാവരും മറ്റേ ചമർമണിയിരുന്നിട്ട് കണ്ണടച്ചിരിക്കുകയല്ല. ഇനി ഈ പാർട്ടിലെ അവസാനത്തെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാണായാമം, അതും എന്താണ് 3 വിധത്തിലുണ്ട്. എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ തന്നെ പറയാം. ഇൻഹലേഷൻ, ഉള്ളിലേക്ക് എടുക്കുക, കുറച്ച് നേരം നിർത്തുക, പിന്നെ പുറത്തേക്ക് വിടുക. അതാണ് 3 വിധത്തിൽ. അത് കൃത്യമായിട്ട് ചെയ്യണം. അതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലൈഫ് ഫോഴ്സാണ്. അതിൻ്റെ അയാമമാണ്. അയാമം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലെ ക്രമത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു കൺട്രോൾ എന്ന് പറയാം, ശ്വസിക്കുക. പിന്നെ എക്സ്പാൻഷൻ എന്നുകൂടിയുണ്ട് അർത്ഥം, ഒരു എക്സ്റ്റൻഷൻ. ഇതൊക്കെ ആയാമത്തിൻ്റെ അർത്ഥമാണ്. അപ്പോൾ നമ്മുടെ പ്രാണനെ അല്ലെങ്കിൽ പ്രാണശക്തിയെ കൂടുതൽ വിപുലീകരിക്കുക, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ആഞ്ഞു വലിക്കലല്ല. അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ഈ പ്രാണായാമത്തിലൂടെ അഭ്യസിച്ച് കിട്ടുന്ന ഒരു സിദ്ധി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അതുപോലെ ഇങ്ങനെ ശ്വസിക്കില്ല. അപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ നീട്ടാൻ കുറേ നേരം ശ്വസിക്കുക. അതല്ല വേണ്ടത്. എപ്പോഴാണോ അത് ആവശ്യം വരുന്നത്, ആ പ്രാണൻ നമുക്ക് സ്വായത്തമാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ പ്രാണനെ അങ്ങനെ നിയന്ത്രിക്കാനും നിഷ്കർഷിക്കാനും കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ എങ്ങടാണോ നയിക്കാനുള്ള കെൽപ്പ്, അതാണ് പ്രാണായാമത്തിലൂടെ നേടേണ്ടത്. അപ്പോൾ അതിനെന്ത് വേണം? നിത്യാഭ്യാസം വേണം. അപ്പോൾ അത് എത്രത്തോളം മാറ്റമുണ്ടെന്ന് അവനവൻ കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ ഒരു മൊത്തം പാക്കേജാണ്. 10 ദിവസം കൊണ്ട് യോഗ പഠിക്കാം, 6 മാസം കൊണ്ട് യോഗ പഠിക്കാം. പിന്നെന്താ, ഇപ്പോൾ എല്ലാവരും പോകേണ്ട ഒരു സാധനമുണ്ട്, വിപാസന മെഡിറ്റേഷൻ. ഇതിനൊക്കെ പ്രധാനമായിട്ടും നിഷ്കർഷിക്കുന്നത് പ്രാണനെ അല്ലെങ്കിൽ ഈ പറയുന്ന ആസനവും പ്രാണായാമവുമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്തേണ്ടുന്ന ഒരു തലമുണ്ട്. അത് ആർക്കും വേണ്ട. എല്ലാവരും ഇപ്പോഴത്തെ പ്രാരാബ്ധം വെച്ചിട്ട് അങ്ങോട്ട് ഓടുകയായി. മനസ്സിൽ വിസിലടിച്ചാൽ ശ്രദ്ധ അങ്ങോട്ട് പോയി. ആരെങ്കിലും ഒരാൾ ഇപ്പോൾ എന്ന് വിളിച്ചാൽ അപ്പം അങ്ങോട്ട് പോയി. ഇപ്പോൾ ഏത് ധ്യാനത്തിലിരിക്കുകയാണെങ്കിലും ഷൂ എന്നുള്ള വിളിച്ചാൽ കേട്ടാൽ പോയി. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത്. അതല്ല ധ്യാനം.
ധ്യാനം എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും അറിയില്ല. അതിനി വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം യോഗ ചെയ്യാൻ. ഇത് നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ യോഗ പഠിച്ചവരും പഠിപ്പിക്കാൻ പോണവരും പഠിക്കാൻ പോണവരും എല്ലാവരും നിത്യേന ഓർക്കേണ്ടുന്ന, ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.